അനിൽകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞത് എനിക്ക് റേഞ്ചിന്റെ ഇഷ്യൂ കാരണം കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചത്, ഇപ്പം സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്ന് പറഞ്ഞു, അത് കണ്ടെത്തി കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പം അത് ആ സ്പോൺസേഴ്സ് പണം തരാത്തത് കൊണ്ടാണോ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കേണ്ടി വന്നത്? അവരുടെ അടുത്ത് നിന്ന് പണം കിട്ടിയാൽ ഇവിടെ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് തിരികെ കൊടുക്കുമോ ഈ പണം? അല്ല, ഇതൊക്കെ രാഷ്ട്രീയ ചോദ്യങ്ങളല്ല. എത്രയോ കൊല്ലമായി നമ്മുടെ നാട്ടിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദേവസ്വം ബോർഡ്. അതിന്റെ പ്രവർത്തനത്തിനിടയിൽ അരുതാത്ത കാര്യങ്ങളോ തെറ്റായ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ശ്രീ രാധാകൃഷ്ണൻ വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ച പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശനമായ മാർഗനിർദ്ദേശത്തിലാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് എന്താണ്? ദേവസ്വം ബോർഡിന്റെ ബഡ്ജറ്റിൽ തന്നെ റിലീജിയസ് ഡിസ്കോഴ്സിന് വേണ്ടി ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ടിന്റെ ഭാഗമായിട്ട് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നടന്നത് മതപരമായ ആചാര കാര്യങ്ങളില്ലേ, അതിന്റെ വികസന കാര്യങ്ങൾ അതിന് വേണ്ടേ, അതിന്റെ ഒരു ഭാഗം ചെലവാക്കിയതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇതിന്റെ മുഴുവൻ പണവും നമ്മൾ കണ്ടെത്തും. അത് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നും ഹൈക്കോടതിക്ക് അറിയാമല്ലോ. ആ ഹൈക്കോടതി തന്നെയല്ലേ കൃത്യമായി മാർഗനിർദ്ദേശം പറഞ്ഞത് ആ പണം ആഗോള അയ്യപ്പ സംഗമത്തിന് ഉപയോഗിക്കരുതെന്ന്? അങ്ങനെ കോടതി പറഞ്ഞ പണമല്ലേ നിങ്ങൾ ഇപ്പോൾ സംഗമത്തിന് ഉപയോഗിച്ചത്? അതെ, അതെ. ഏതെങ്കിലും ഒരു പ്രത്യേക പണം ഉപയോഗിക്കരുതെന്ന് അതായത് കോടതി പറഞ്ഞ മാർഗനിർദ്ദേശം നിങ്ങൾ തെറ്റിച്ചു എന്ന് സമ്മതിക്കുകയാണ്? അല്ലല്ല, ഒരിക്കലുമല്ല. നമ്മളൊരു ആദ്യമായി ദയവായി ഒന്ന് കേൾക്കൂ. നിങ്ങൾ ആദ്യം ബഹളം വെക്കാതെ. ഈ ദേവസ്വം ബോർഡ് ശബരിമല അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ട് കാലം കുറയായി. അതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ പണം സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തണം. ഇതാണല്ലോ ഇപ്പോഴത്തെ ഐഡിയ. ഈ ഐഡിയ പ്രകാരം പണം അക്കൗണ്ടിൽ വന്നാൽ പോരെ? അത് സ്പോൺസർമാർ ആരൊക്കെയാണ് തയ്യാറായിട്ടുള്ളത്, അവരെങ്ങനെയൊക്കെ പണം കൈമാറും തുടങ്ങിയ കാര്യങ്ങൾ സഹിതമല്ലേ കോടതി അത് ബോധ്യപ്പെടുത്താൻ ദേവസ്വം ബോർഡ് കടന്നു വരിക. തൽക്കാലം അവിടെ വന്നവർക്ക് ചായ കൊടുക്കണം, കാപ്പ് കൊടുക്കണം. ക്രമീകരണമാണ്. സ്പോൺസേഴ്സ് പണം നൽകുമ്പോൾ എല്ലാം ശരിയാവും. അല്ല, ഞാൻ പറയുന്നത് ഒരു പരിപാടി നടത്താൻ ഒരു ദേവസ്വം ബോർഡ് തയ്യാറായാൽ സ്പോൺസർ വരട്ടെ, ചായക്ക് സ്പോൺസർ വരട്ടെ, അല്ലെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ സ്പോൺസർ വരട്ടെ എന്ന് പറയാൻ പറ്റുമോ? അത് കാര്യങ്ങൾ നിർവഹിച്ച ശേഷം അതിനാവശ്യമായ കാര്യങ്ങൾ സ്പോൺസറെ കൊണ്ട് കൈകാര്യം ചെയ്യുക. പരിപാടി നടത്തുന്നതിന് മുമ്പല്ലേ സ്പോൺസറെ കണ്ടെത്തുക? അത് രണ്ടു തരത്തിലാവാം. ശബരിമല പോലെ ഏറ്റവും വിശുദ്ധമായ ഒരിടത്തെ സംബന്ധിച്ച് ആളുകൾ തയ്യാറായി കടന്നു വരും. അവരോട് പറയും നിങ്ങൾ നിർവഹിക്കേണ്ട ചെലവ് ഇതാണ്. ഇപ്പൊ ശബരിമല അയ്യപ്പ സംഘത്തിന് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അവർക്ക് നേരിട്ട് ദേവസ്വം ബോർഡുമായിട്ട് ട്രാൻസാക്ട് ചെയ്യാം. അതിന് അവസരം കൊടുക്കും. അത് കൈകാര്യം ചെയ്യുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതവര് കൈകാര്യം ചെയ്യട്ടെ. ഇത് ലോകാവസാനം അല്ലല്ലോ. അത് സമാധാനപരമായി കൈകാര്യം ചെയ്യാണ്ട് ഭരണസമിതിയുണ്ട്. അവർ നിയമാനുസരണം മാത്രമേ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ. നമ്മളെന്തോ വല്ലാണ്ടൊരു കോലാഹലം നടക്കുന്നു, തെറ്റ് നടക്കുന്നു, അയ്യപ്പ സംഘം തന്നെ തീ പിടിച്ചെന്ന് പറഞ്ഞു ഒരു കോലാഹലം ഉണ്ടാക്കാൻ. താങ്കളോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ കോട്ടയത്തൊന്നും നല്ല ഹോട്ടലുകൾ ഇല്ലേ ഇവരെ പ്രതിനിധികളെ താമസിപ്പിക്കാൻ? അല്ല, എനിക്കറിയത്തില്ല കോട്ടത്തെ ഹോട്ടലാണോ കുമരകത്തെ ഹോട്ടലാണോ നല്ലത് എനിക്കറിയത്തില്ല. താജ്, ഗോകുലം ഗ്രാൻഡ് അതുപോലെയുള്ള അവിടെ മാത്രമേ പ്രതിനിധികളെ താമസിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം ചെലവാക്കേണ്ടിയിരുന്നോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? കോട്ടയത്തും പത്തനംതിട്ടയിലൊന്നും ഹോട്ടലുകളില്ലേ? നിങ്ങളൊരു രാഷ്ട്രീയ ചോദ്യമാണോ ചോദിക്കണത്? താങ്കൾക്ക് എന്നെക്കാട്ടും നന്നായിട്ട് ആ പ്രദേശം അറിയാം, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്കതെല്ലാം അറിയാം. ഞാൻ ചോദിക്കുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നവര് അതിൽ വരുന്ന അതിഥിയെ ഓണർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെ, അതിഥിയെ ഓണർ ചെയ്യാൻ വേണ്ടി ഏത് സ്റ്റാർ ഹോട്ടലാണ് കൊടുത്തത്, ഏത് നിലവാരമാണ് കൊടുത്തത്, അത് ആരാണ് അവിടെ താമസിച്ചത്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രസക്തി, എന്ത് പ്രസക്തിയാണ് അവർ കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. ഇതൊന്നും നമ്മൾ വൈയക്തികമായ ഒരു ചർച്ച കൊണ്ടുവരേണ്ട കാര്യങ്ങളേ അല്ല. പിന്നെ കോൺഗ്രസുകാർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ ഇപ്പൊ ഒരു MLA വന്ന് ഞാൻ കണ്ടു. അവർ പറഞ്ഞോണ്ട് നടക്കട്ടെ. ശബരിമല അയ്യപ്പനും ശബരിമലയ്ക്കും ഗുണം വരുന്ന കാര്യങ്ങളെ കേരള സർക്കാർ ചെയ്യുകയുള്ളൂ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അതിന് ഉത്തമ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. കൃത്യമായി എല്ലാ കാര്യങ്ങളും സുതാര്യമായി പൊതുമണ്ഡലത്തിൽ എത്തിക്കും. ഒറ്റക്കൊറ്റയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നത് യുക്തിസഹമല്ല. ഞാൻ ഒരു കാര്യം കൂടി നേരത്തെ ദേവസ്വം ബോർഡ് പ്രതിനിധി അജികുമാർ സംസാരിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദേവസ്വം അക്കൗണ്ട് ഓഫീസറുടെ പേര് ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അതിലേക്കാണ് സ്പോൺസർമാർ പണം നൽകുക. ആ പണം വന്നു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിലേക്ക് അത് തിരിച്ചു പിടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ദേവസ്വം അക്കൗണ്ട് ഓഫീസർക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പണം കൊടുത്തതിന് അദ്ദേഹം പറയുന്നൊരു വിശദീകരണം, ഈ പുതിയ
അക്കൗണ്ട് ആയതിനെ കൊണ്ട് സ്പോൺസർമാർക്ക് അതിലേക്ക് പണം ഇടാൻ കഴിഞ്ഞില്ല. ഞാനൊരു ബാങ്കിൽ വിളിച്ചു ചോദിച്ചു, നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയാൽ ചെക്ക് ആണെങ്കിൽ ഇനിയിപ്പോൾ 1 കോടി വരെ പോയാൽ, കോടികളാണെങ്കിലും ശരി, പുതിയ RBI ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് 4 മണിക്കൂറിനുള്ളിൽ അത് പുതിയ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ്. പിന്നെ എന്താണ് ദേവസ്വം ബോർഡിന് മാത്രം, ദേവസ്വം ബോർഡ് പുതിയതായി രൂപീകരിച്ച അക്കൗണ്ടിന് ആ പണം കിട്ടാതെ പോയത്? ഒരു മാധ്യമപ്രവർത്തക നിലയ്ക്ക് അങ്ങയുടെ ഈ അന്വേഷണ കൗതുകത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നന്ദി. നമ്മൾ മാധ്യമപ്രവർത്തനം മറ്റും തന്നെ പോരായിരുന്നു. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ പാൻ കാർഡ് കൊടുക്കണ്ടേ? പ്രത്യേക പാൻ കാർഡ് കൊടുക്കണം എന്നുള്ളത്. പാൻ കാർഡ് കൊടുക്കണം. അപ്പൊ പാൻ ഉണ്ടാകണം എന്ത് വേണം? ഇത് കോടതി വിധി വന്ന് അതിന്റെ ഭാഗമായിട്ട് അവർ കൈകാര്യം ചെയ്യുമ്പോൾ പാൻ അപേക്ഷ കൊടുത്തെടുക്കേണ്ടതുണ്ട്. അതൊക്കെ അവർ എടുക്കട്ടെന്നേ. അതെന്താന്ന് പരിശോധിക്കട്ടെ. നിങ്ങൾ ഈ ചർച്ചയിലാണോ ഇതൊക്കെ പറയുന്നത്? എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. ഇങ്ങനെ കുത്തിത്തിരിപ്പായിട്ട് ദേവസ്വം ബോർഡിനെതിരെ ഇറങ്ങരുത് കേട്ടോ. ഇതൊക്കെ അക്കൗണ്ടോട് കൂടി കോടതി അനുഭവത്തോടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുതിയ അക്കൗണ്ട് തുടങ്ങിയത് തെറ്റാണ്. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല. എന്തുകൊണ്ട് പുതിയ അക്കൗണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് കമ്മീഷണറുടെ പേരിൽ തുടങ്ങിയില്ല എന്ന് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ അക്കൗണ്ടിലേക്ക് പണം വരില്ല എന്ന് പറഞ്ഞതിനെ ഞാൻ ചോദിച്ചുള്ളൂ. അക്കൗണ്ട് തുടങ്ങിയത് തെറ്റാണ്, അത് ഞാൻ ചോദിച്ചില്ല എന്ന് മനസ്സിലാക്കണം. അത് ചോദിക്കാതെ പുതിയ അക്കൗണ്ടിലേക്ക് പണമേ വരില്ല. അതുകൊണ്ട് നിങ്ങൾ വേണ്ട. അതിന് കാരണം അക്കൗണ്ട് തുടങ്ങിയത് തെറ്റാണെങ്കിൽ അക്കൗണ്ടിൽ പണം വരാനും പാടില്ല. അക്കൗണ്ട് തുടങ്ങിയത് തെറ്റാണെങ്കിൽ അതിൽ പണം വരാനും പാടില്ല. അതിന് നിങ്ങളുടെ ഔദാര്യം വേണ്ട. തെറ്റായ അക്കൗണ്ടിൽ പണം തുടങ്ങിയത് തെറ്റാണെന്ന് ആർക്കും അക്കൗണ്ട് തുടങ്ങാം. പക്ഷെ മാനുവൽ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് തുടങ്ങേണ്ടത് അല്ലല്ല, കമ്മീഷണറുടെ പേരിലാണ്. ഇതൊന്നും വിവാദ കാര്യങ്ങളല്ല. അതൊക്കെ തന്നെ നിങ്ങൾക്ക് ശബരിമല നന്നാകരുതെന്ന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ പിന്നെ ബാങ്കുകാരോടൊന്നും വിളിച്ചു നോക്കേണ്ട കാര്യമില്ല. ശബരിമല നന്നാകണമെന്ന് മാത്രമല്ല, ഭക്തരുടെ പണം ഇങ്ങനെ പൊട്ടിപ്പൊടിക്കരുതെന്ന് ആഗ്രഹം കൂടിയുണ്ട് കേട്ടോ. അതിനെപ്പറ്റി എന്താ പറയാത്തത്? ലക്ഷ്യം നടക്കുകയല്ല. ശബരിമലയെ തകർക്കാന്നുള്ള ലക്ഷ്യം നടക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എത്ര ചോദ്യങ്ങൾ ശ്രീ അനിൽകുമാറിനോട് ചോദിച്ചു. അതിന് ഒരൊറ്റ മറുപടിയും പറയാതെ എന്തെങ്കിലും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞൊഴിയാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. പക്ഷേ ഈ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും. അക്കൗണ്ട് തുടങ്ങിയത് തെറ്റായിട്ടാണ്, സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അങ്ങനെയല്ല തുടങ്ങേണ്ടത്. പാൻ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് ചോദിക്കുകയാണ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ എനിക്കറിയാം പാൻ കാർഡ് വേണമെന്ന്. ആർക്കറിയാത്തത്? ഭരിക്കാൻ ഏൽപ്പിച്ചവര് ഭരിക്കട്ടെ. അവരെന്ത് ഭരിക്കട്ടെ. അതിന്റെ കണക്ക് കാണിക്കണ്ട. അതെ, അത് ഭരിക്കുമ്പോ അവര് ഭരിക്കട്ടെ. അതിന്റെ ഭാഗമായിട്ട് പൈസ കൊണ്ട് ഓടിച്ചിട്ടുണ്ട്, കോടതി രേഖ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരു ചാനൽ ചർച്ചയുടെ വിഷയമേ അല്ല. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കണത്? ആ ദൈനംദിന പ്രവർത്തനത്തിൽ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണോ ചർച്ചയ്ക്കിരിക്കുന്നത്? ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ്? എന്ത് കഷ്ടമായി കാണിക്കുന്നത്? നിങ്ങളൊരു വിഷയം ഉന്നയിക്കുക. ഏതോ ഒരു അവിടുത്തെ ഒരു ഉദ്യോഗത്തോട് ചോദിച്ചു, ബോർഡ് മെമ്പറോട് ചോദിച്ചു. ഉടനെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണോ ദേവസ്വം ബോർഡ് മെമ്പർ? ഉടനെ അതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് വേറൊരു ബാങ്കിനെ വിളിച്ചു ചോദിക്കുന്നു. ഭയങ്കര അന്വേഷണ കൗതുകം. നന്നായിരിക്കട്ടെ. ഇങ്ങനെ തന്നെ വേണം. ശരി, വളരെയധികം നന്ദി താങ്കളുടെ ആശംസയ്ക്ക്.